ഓരോ ദിവസവും എന്തൊക്കെ കോപ്രായങ്ങൾ കണ്ടാൽ പറ്റും. ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കോപ്രായം കാണാനേ അതിനകത്തുള്ളൂ, വേറെ ഒന്നുമില്ല. നല്ലതൊന്നും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണാനില്ല. ഇതുപോലെ കുറെ പേക്കൂത്ത് കാണിക്കുന്നവരും കോപ്രായം കാണിക്കുന്നവരും അരങ്ങ് നിറഞ്ഞങ്ങ് നിൽക്കുകയാണ് അതിനകത്ത്. വേറെ എന്ത് പറയാനാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുച്ഛം തോന്നുന്നുണ്ട്. ഇവരെയൊക്കെ ആർട്ടിസ്റ്റ് എന്ന് വിളിക്കേണ്ടി വരുമ്പോൾ ഇവരൊക്കെ എവിടുത്തെ ആർട്ടിസ്റ്റാണ്? ഇതാണോ ആർട്ടിസ്റ്റുകൾ? ഇങ്ങനെയാണോ ആർട്ടിസ്റ്റുകൾ കാട്ടിക്കൂട്ടുന്നത്? ഇപ്പോൾ രേണു സുധിയുടേതായിട്ട് 2 നാടകങ്ങളാണ് വൈറലായി പൊക്കോണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നി ഈ നാടകങ്ങളൊക്കെ കളിക്കുന്നത് കുറച്ചും കൂടി പബ്ലിസിറ്റി കിട്ടി ബിഗ് ബോസിലേക്ക് കയറി പോകാനാണോ എന്നുള്ളൊരു സംശയമുണ്ട്. രേണു സുധിയും ബിഗ് ബോസിന്റെ ആ പട്ടികയിൽ കാണും. മിക്കവാറും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 രേണു സുധിയും ഉണ്ടാകും. അതിനു വേണ്ടി നാടകങ്ങളൊക്കെ കാഴ്ച വെക്കുന്നുണ്ട്. അത്രയും പബ്ലിസിറ്റിയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടുന്ന ഒരാളെ ഉറപ്പായിട്ടും ബിഗ് ബോസിലേക്ക് എടുക്കും. ഇപ്പൊ 2 നാടകം നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. ഒന്ന് ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ ആണ്. ഒരു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ കഴിഞ്ഞ് അത് അത്യാവശ്യം ഫേമസ് ആയതോട് കൂടിയിട്ട് അടുത്ത ഹോട്ട് സീറ്റ് ഇന്റർവ്യൂമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സിമിലർ ആള് തന്നെ, ശാരിക തന്നെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അതും പോട്ടെ, അത് നമുക്ക് ഇന്റർവ്യൂ ആണെന്ന് പറയാം. പക്ഷേ ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേറൊരു നാടകം നടക്കുന്നുണ്ട്, ലിപ് ലോക്ക് നാടകം. ലിപ് ലോക്കിന്റെ പേരിൽ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളും അതിന്റെ ഡയറക്ടേഴ്സും അതിന്റെ അണിയറ പ്രവർത്തകരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നു. ഇതിനകത്ത് അഭിനയിക്കുന്ന മെയിൻ നടൻ ആരാന്നറിയാമോ? അലിൻ ജോസ് പെരേര. കോപ്രായം കാണിച്ച് വൈറലായി ഇത്രയും പബ്ലിസിറ്റി നേടിയ വേറൊരു പൊട്ടനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതുപോലെയുള്ള പൊട്ടന്മാരെയൊക്കെ തലയിൽ എടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്നവരെ വേണം ആദ്യം പറയാൻ. ഇവരെയൊക്കെ അങ്ങ് വളർത്തിക്കൊണ്ടുവരുവാണ്. അപ്പൊ അലിൻ ജോസ് പെരേര നായകനും രേണു സുധി നായികയുമാകുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അതിനകത്ത് അലിൻ ജോസിനെ ലിപ് ലോക്ക് വെക്കാൻ പറ്റത്തില്ല എന്ന് രേണു സുധി പറയുന്നു. രണ്ടുപേർക്കും ലിപ് ലോക്ക് വെക്കാൻ പറ്റത്തില്ല. ആ സ്ക്രിപ്റ്റിനകത്തുണ്ടായിരുന്നില്ല. എന്നാൽ ഇത് അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡയറക്ടേഴ്സും ഒക്കെ പറഞ്ഞു ഇത് ചെയ്യണമെന്ന്. അതിന്റെ പേരിൽ വഴക്ക്, ബഹളം. എന്നിട്ട് അത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലെല്ലാം അപ്ലോഡ് ചെയ്തേക്കാണ്. അപ്പൊ ഏതായാലും നമുക്ക് ആ നാടകം ഒന്ന് കണ്ടിട്ട് വരാം. അല്ല ഞാൻ ചോദിച്ചത് ലിപ് ലോക്കിന് സീന് നീ സ്ക്രിപ്റ്റ് പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് ഞാൻ ചോദിച്ചു, നീ പറഞ്ഞില്ലയോ? ആർട്ടിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിച്ചേക്കാണ്. ഞാൻ വിലയേറിയ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന്. ഇവരെയൊക്കെ നമുക്ക് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഒരു കലാകാരൻ എന്ന് ഇവരെയൊക്കെ വിളിക്കാൻ പറ്റുമോ? എൻ്റെ ഒരു ചോദ്യമാണ്. എൻ്റെ ജെന്യുവിനായിട്ട് എൻ്റെ ഒരു കൺസേൺ കൊണ്ടുള്ളൊരു ചോദ്യമാണ്. ഇവരെയൊക്കെ നമുക്ക് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഒരു കലാകാരൻ ആരാണ്? കലയെ സ്നേഹിക്കുന്ന, കലയെ ബഹുമാനിക്കുന്ന, കലയുടെ പേരിൽ ഒരു രീതിയിലുള്ള കോപ്രായം അവർ കാണിക്കത്തില്ല. ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ഒരിക്കലും കലയെ എടുത്ത് ഉപയോഗിക്കുന്നവരല്ല ആർട്ടിസ്റ്റ്, യഥാർത്ഥ ആർട്ടിസ്റ്റ്. ഇവരെയൊന്നും നമുക്ക് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ യഥാർത്ഥ ആർട്ടിസ്റ്റിനെ എന്ത് വിളിക്കണം? ഇവരെയൊക്കെ കലാകാരന്മാരെന്ന് വിളിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ കലാകാരന്മാരെ നമ്മൾ എന്ത് വിളിക്കണം? അവരെയൊക്കെ നമ്മൾ പൂവിട്ട് പൂജിക്കണം. എന്നാൽ ഇപ്പൊ യഥാർത്ഥ കലാകാരന്മാർക്കൊന്നും തന്നെ ഇവിടെ സ്ഥാനമില്ല. അവർക്കൊരു റെക്കഗ്നേഷനും ഇല്ല. അവർ ഫേമസ് ആകുന്നില്ല. അവർക്ക് പബ്ലിസിറ്റി കിട്ടുന്നില്ല. ഇതുപോലെ പേക്കൂത്ത് കാണിക്കുന്ന, കോപ്രായം കാണിക്കുന്ന, വൈറലാകാൻ വേണ്ടിയിട്ട് എന്തും കാട്ടിക്കൂട്ടുന്ന ഇതുപോലുള്ളവരാണ് ഇപ്പൊ കലാകാരന്മാര്. ഇവരാണ് ആർട്ടിസ്റ്റ്. വിലയുടെ കാര്യം രേണുസുധി പറഞ്ഞു. എന്നാ രേണുസുധിക്ക് വിലയുണ്ടായത്? എന്നു മുതലാ രേണുസുധിക്ക് വിലയുണ്ടായത്? സ്വന്തം വീട്ടുകാരെയും സ്വന്തം ഭർത്താവിനെയും ഒക്കെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രേണുസുധി. രേണുസുധി കലാകാരിയാണെന്നുണ്ടെങ്കിൽ, കലയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചിട്ടുള്ള ഒരു കലാകാരിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കോപ്രായം നിങ്ങൾ കാണിക്കത്തില്ല. നിങ്ങളുടെ ഒപ്പമുള്ള ആ വ്യക്തി അലിൻ ജോസ് പെരേര, അയാൾക്ക് എന്ത് കലയുണ്ടെന്ന? കലയല്ല അയാൾക്കുള്ളത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കലാകാരൻ വന്നേക്കുന്നു. ചുമ്മാ അവിടെ ഇവിടെയൊക്കെ നടന്ന് ആരുടെയെങ്കിലുമൊക്കെ മെക്കിട്ട് കയറി എന്തെങ്കിലുമൊക്കെ തോന്നിവാസം വിളിച്ചു പറഞ്ഞ് എന്തെങ്കിലും കോപ്രായമോ പേക്കൂത്തോ കാണിച്ച് ഡാൻസ് ആണെന്ന് പറഞ്ഞ് സ്റ്റേജിൽ കയറി നിന്നത് 2-3 തുള്ളലും തുള്ളി. ഇതാണ് അവന്റെ കല. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിനിമ റിലീസായി കഴിയുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് 1-2 വീഡിയോ ഇടും. അതും ആരെങ്കിലുമൊക്കെ ചീത്ത വിളിച്ചിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. ഇതാണ് അവന്റെ കല. അലിൻ ജോസ് പെരേരയുടെ കല ഇതാണ്. എന്നിട്ട് ഇപ്പൊ അവനെ വിളിച്ചേക്കുവാണ് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ. വേറെ കാര്യമൊന്നുമില്ല. ഇവനൊന്നും അഭിനയിക്കാൻ അറിയാവുന്നത് കൊണ്ടൊന്നും അല്ല ഷോർട്ട് ഫിലിമിൽ വിളിച്ചേക്കുന്നത്. ആ ഷോർട്ട് ഫിലിം ഇച്ചിരി പബ്ലിസിറ്റി കിട്ടണം. ആ ഷോർട്ട് ഫിലിം ഒന്ന് വൈറലാകണം. അത് മാത്രമാണ് ഉദ്ദേശിച്ചേക്കുന്നത്.
അതിന്റെ ഡയറക്ടേഴ്സിനെയോ അതിന്റെ എഴുതിയവരെ ഒന്നും നമുക്ക് കലാകാരെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ കോപ്രായം കാണിക്കുന്നവരെ ഒരിക്കലും കലാകാരനെന്നോ കലാകാരിയെന്നോ വിളിക്കാൻ പറ്റത്തില്ല. വെരി സോറി രേണു, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യു ആർ നോട്ട് ആൻ ആർട്ടിസ്റ്റ്. നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റിൽ പറയാത്ത കാര്യം നമുക്ക് പറ്റില്ല. ഒരു വള്ളയിട്ടില്ലേ, ഒരു വള്ളയിലായിരുന്നോ? ഇത് മിക്കവാറും സ്ക്രിപ്റ്റഡ് ആവാനേ വഴിയുള്ളൂ. അതേ ഉള്ളൂ ഇതൊരു എക്സ്പ്ലനേഷൻ. അല്ലെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ കിടന്ന് ആരും വഴക്കുണ്ടാക്കത്തില്ല. ഒരു ഷോർട്ട് ഫിലിം അഭിനയിക്കുകയാണ്, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ക്യാമറയുടെ മുമ്പിൽ കിടന്ന് ആരും വഴക്കുണ്ടാക്കത്തില്ല. ഇതും സ്ക്രിപ്റ്റഡ് ആയിരിക്കും, കുറച്ചും കൂടി പബ്ലിസിറ്റി കിട്ടുമല്ലോ. എന്നിട്ട് അന്ന് വഴക്കുണ്ടായ ആ ഒരു ഷോർട്ട് ഫിലിം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിമിന് മില്യൺ അടിച്ചു. യൂട്യൂബിലൊക്കെ മില്യൺ വ്യൂസ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടിൽ വലിയൊരു കാര്യം ഇപ്പം ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, കലയല്ല ഇവരുടെ ലക്ഷ്യം, വ്യൂസ്, പബ്ലിസിറ്റി. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും ആ പബ്ലിസിറ്റി മതി ഇവർക്ക്. എന്നിട്ട് സ്വയം കലാകാരന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, വില കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കലാകാരിയാണ്, ആർട്ടിസ്റ്റാണ്, ആർട്ടിസ്റ്റിനെ കണ്ട കണ്ണ്. ഇവര് എന്ത് വേണേലും കാണിച്ചോട്ടെ, വിഷയമൊന്നുമില്ല. ഇങ്ങനെ കലയെ ഇങ്ങനെ കൊലയാക്കാതിരുന്നാൽ മതി. കലയെ ആവശ്യമില്ലാതെ കോപ്രായം കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഒരു അപേക്ഷയാണ്. നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായം കൊണ്ട് എത്ര നല്ല നല്ല കലാകാരന്മാരാണ് വിഷമിക്കുന്നതെന്ന് അറിയാമോ? എന്നിട്ട് ആർട്ടിസ്റ്റ് എന്നങ്ങ് വിശേഷിപ്പിക്കുകയാണ്. വിലയേറിയ ആർട്ടിസ്റ്റ്. വില, എന്ത് വില? ഇതാണോ വില? നിലയും വിലയും ഇല്ലാതെ ഈ കാട്ടിക്കൂട്ടുന്നതാണോ വില? വിലയേറിയ ആർട്ടിസ്റ്റുകൾക്കൊക്കെ എന്തുമാത്രം വില കാണും? നിങ്ങൾക്ക് ഒരു വിലയില്ല. ഇമാതിരി കോപ്രായം കാണിക്കുന്നവർക്ക് ഒരു വിലയും നിലയും ഇല്ല. വില തരാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റത്തില്ല. നിങ്ങളുടെ പുറകെ ഇപ്പൊ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ രേണുശ്രീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊക്കെ അവസാനിക്കുന്ന ഒരു ദിവസം വരും. ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയും നിങ്ങളുടെ പുറകെ ഇപ്പൊ കൂടിയേക്കുന്നവരൊക്കെ തന്നെ നിങ്ങളെ ഉപയോഗിക്കുകയാണ്, നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യാണ്, മാക്സിമം ഉപയോഗിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഈ പബ്ലിസിറ്റി അങ്ങോട്ട് നിലയ്ക്കുന്ന ഒരു സമയം വരും. അതിനുശേഷം പിന്നെ കടന്ന് കൈകാലിട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ആരും കാണത്തില്ല പുറകെ നടക്കാൻ, ആരും പുറകെ വരത്തുമില്ല. ഇനി ഈ ലിപ് ലോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തെ കുറിച്ചിട്ട് രേണുശ്രീയുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാട്ടിൽ കൂടുതൽ ചിരി വരും. ആ എക്സ്പ്ലനേഷനും കൂടി നമുക്ക് കേൾക്കാം. താല്പര്യമില്ല, പിന്നെ എങ്ങനെ ലിപ് ലോക്ക്? അല്ല, അങ്ങനെ ഒരു സീൻ വന്നു കഴിഞ്ഞാൽ ലിപ് ലോക്ക് ചെയ്യില്ല. ജസ്റ്റ് ഒരു ഉമ്മ, അതായത് ഇപ്പൊ ചുണ്ട് ജസ്റ്റ് ഇങ്ങനെ മുട്ടിക്കേണ്ട ഒരു സീൻ വന്നാൽ ഓക്കെ. പക്ഷെ ലിപ് ലോക്ക് ഡീപ്പ് ആയിട്ടില്ല. ഇനിയിപ്പോ മുന്നോട്ട് എന്തെങ്കിലും ഒരു സീനിൽ നായകന്റെ ചുണ്ട് ജസ്റ്റ് ഒരു സിനിമയിലുണ്ടല്ലോ, ഒരു പാട്ടിനകത്ത്, അത് ഏത് പാട്ടാണ്? ലിപ് ലോക്ക് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ലിപ്പ് തമ്മിൽ മുട്ടിയില്ല എന്നുള്ളൊരു സീനില്ലേ, ജസ്റ്റ് ഇത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓക്കെയാണ്. പക്ഷെ ലിപ് ലോക്ക് ഡീപ്പ്. നിങ്ങൾ ഒന്നും ചെയ്യാതെ അങ്ങിരിക്കാമോ? അതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി, ആ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടേതായിട്ടുള്ള ഡെയിലി ലൈഫിലെ വീഡിയോസ് ഇട്ടു, അതൊക്കെ തന്നെ നമുക്ക് അംഗീകരിക്കാം, അതിനകത്തൊന്നും കുറ്റം പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ അഭിനയിക്കാൻ പോയി, നിങ്ങൾ മോഡലിങ്ങിന് പോയി, നിങ്ങളിപ്പോൾ ഒരു ആൽബത്തിൽ അഭിനയിച്ചു, ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു, അതൊക്കെ നിങ്ങളുടെ ആഗ്രഹം കൊണ്ടും നിങ്ങളുടെ പാഷൻ കൊണ്ടുമാണെന്നൊക്കെ നമുക്ക് സമ്മതിക്കാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ടു, നിങ്ങൾ ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇടുകയോ നിങ്ങൾ മേക്കപ്പ് ഇടുകയോ നിങ്ങൾ മുടി സ്ട്രെയിറ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതൊന്നും നമുക്ക് ഇടപെടേണ്ട കാര്യമല്ല. പക്ഷേ ഇങ്ങനെ കോപ്രായങ്ങൾ കാണിച്ചിട്ട് കലയെ ഇല്ലാതെയാക്കാതിരിക്കാം, അതേ എനിക്ക് പറയാനുള്ളൂ. ഈ കല എന്ന് പറയുന്ന സാധനം ഞാൻ എടുത്തിട്ടത് ഇവർ ആർട്ടിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ആർട്ടിസ്റ്റ് ആണെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ആർട്ടിസ്റ്റിന് ചേരാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലിപ് ലോക്കിന്റെ പേരിലൊക്കെ എവിടെയെങ്കിലും ഇതുപോലെ വഴക്കുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു നടിക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, താല്പര്യമില്ല, അതിനകത്തൊന്നും ഞാൻ പറയുന്നില്ല, അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ അതിന്റെ പേരിൽ ആരും കടന്ന് ഇങ്ങനെ കോപ്രായം കാണിക്കത്തില്ല, ഇങ്ങനെ വഴക്കുണ്ടാക്കത്തില്ല. ഈ വഴക്ക് കണ്ടാൽ തന്നെ അറിയാം സ്ക്രിപ്റ്റഡ് ആണെന്ന്. മനഃപൂർവ്വം ബിഗ് ബോസിന്റെ സമയത്ത് ഇങ്ങനെ സെലക്ഷൻ ക്രൈറ്റീരിയയിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പബ്ലിസിറ്റി ആർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ പോസിറ്റീവ് പബ്ലിസിറ്റി ആർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അവർ നോക്കും. ഇപ്പൊ ഇവരൊക്കെ ബിഗ് ബോസിന്റെ പട്ടികയിലുണ്ട്. അതാണല്ലോ മറ്റേ പ്രശ്നേഷ് കാട്ടിക്കൂട്ടിയെ നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പൊ ഇവരൊക്കെ ബിഗ് ബോസിന്റെ പട്ടികയിൽ ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ അവിടേക്ക് സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അവിടേക്ക് വിളിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലുള്ള പല നാടകങ്ങളും ഇനി നമുക്ക് 1-2 മാസത്തേന് കാണേണ്ടി വരും. അതിലൊരെണ്ണമായിട്ടേ ഇതിനെയും കാണാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇനി അടുത്തത് ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ ഒരെണ്ണം കഴിഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായതാണ് ഇത് സ്ക്രിപ്റ്റഡ് ആണ്, രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് കാണിക്കുന്ന നാടകമാണെന്ന്. പിന്നെയും രണ്ടാമത് ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ വന്നു. ഈ രണ്ടാമത് ഹോട്ട് സീറ്റ് ഇന്റർവ്യൂയുടെ കമന്റ് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി പല ആൾക്കാർക്കും ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് മനസ്സിലായിട്ടില്ല.
അവതാരകയെ ചീത്ത വിളിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പല ആൾക്കാർക്കും ഇപ്പോഴും ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും രേണു പാവം, രേണു എത്ര സ്ട്രോങ് ആയിട്ട് മറുപടി പറയുന്നു എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ആ ഹോട്ട് സീറ്റ് ഇന്റർവ്യൂയുടെ കുറച്ച് ഭാഗം കാണാം. കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉപേക്ഷിക്കായിരിക്കും. കെട്ടിക്കഴിഞ്ഞാൽ പകരക്കാരൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചവിട്ടുകൊറ്റ എഴുതുന്നല്ലേ പറഞ്ഞത്. സുധി എന്നുള്ള പേര് ഞാൻ ഉപേക്ഷിക്കും. ഞാൻ ചോദിക്കട്ടെ ശാരിക, നിങ്ങൾ എന്ത് പറഞ്ഞാലും സത്യം സത്യമല്ലാതാവുന്നില്ല. രേണു സുധിയുടെ സത്യം മുകളിലിരിക്കുന്ന ആൾക്കറിയാം. അഭിനയിക്കും ഞാൻ ആൽബത്തിലോ അതിലൊക്കെ അഭിനയിക്കും സിനിമ. എന്നിട്ട് ഇവിടെ എന്തിനാണ് ഞാൻ അഭിനയിക്കുന്ന ശാരിക? നിങ്ങൾ കൊല്ലം സുധിയുടെ ഭാര്യയാണ്. കൊല്ലം സുധിയുടെ ഭാര്യ തന്നെയാണ് ഇപ്പോഴും എപ്പോഴും. അപ്പൊ കൊല്ലം സുധിക്ക് തന്ന വീട് നിങ്ങളുടെ വീടല്ലേ? ഞാൻ അവിടെ താമസിക്കുന്നതിനാണ് കമന്റ്. ഇവിടെ ഇറക്കി വിട്, ഇവിടെ എന്തിനാണ് ആ വീട്ടിൽ നിൽക്കുന്നത്, ഇവിടെ ലാസ്റ്റ് അടിച്ച അതൊക്കെ എന്തിനാണ് പറയുന്നത്? ഇവിടെ കൊല്ലം സുധിയുടെ ഭാര്യയാണോ? അല്ലേ, ആണല്ലോ. അപ്പൊ പിന്നെ കൊല്ലം സുധിയുടെ പേരിൽ തരുന്ന വീടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടല്ലേ? രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാൾ വീട് തരണമെങ്കിൽ കൊല്ലം സുധിക്ക് കൊടുത്ത വീടല്ലേ? രേണു സുധിക്ക് എവിടെ വീട് തന്നു? കൊല്ലം സുധിക്ക് കൊടുത്ത വീടാണോ? കൊല്ലം സുധിക്ക് അല്ല കൊടുത്തത്, മക്കൾക്കല്ലേ കൊടുത്തത്. അത് കൊല്ലം സുധിയുടെ മക്കളല്ലേ? എന്തോ ഒരു അഭിനയം, രണ്ടിന്റെ അഭിനയം തകർത്തിട്ടുണ്ട്. നല്ല കഴിവുണ്ട് അവതാരകയ്ക്ക്, നല്ല കഴിവുണ്ട് അഭിനയിക്കാൻ. ആ അഭിനയം മുഖത്തിങ്ങനെ നല്ല രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനുള്ള മറുപടി രേണു നല്ല കുറുക്കി കൊള്ളുന്നത് പോലെ തിരിച്ചു പറയുന്നു, ബോൾഡായിട്ട് പറയുന്നു. അപ്പം ഇത് കാണുന്ന ദേഷ്യം വരുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഇത് സ്ക്രിപ്റ്റഡ് ആണ്. മുൻകൂട്ടി തീരുമാനിച്ച ചോദ്യങ്ങൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ പറഞ്ഞ് ഉത്തരങ്ങളും ഡിസൈഡ് ചെയ്തിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ. അല്ലാതെ രേണു അറിയാതെ രേണുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതല്ല. രേണു പ്രിപ്പയർഡ് ആയിട്ട് വന്നിരുന്നിട്ടാണ് അതിനൊക്കെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേഷ്യത്തോടു കൂടിയിട്ട് അഭിനയിക്കുകയാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധം മാത്രമാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് കുറച്ചും കൂടി വ്യൂസ് കിട്ടണം. ആദ്യത്തെ ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ 1 മില്യൺ ഒക്കെ അടിച്ചു. അതുകൊണ്ട് രണ്ടാമതും ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത്രയൊക്കെ ഏകദേശം അടിക്കും. അതിന് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാർ ഇത് കഴിയുമ്പോഴത്തേന് രേണുവിനെ അങ്ങ് തലയിൽ പൊക്കി വെച്ചുകൊണ്ട് നടക്കും. രേണു നല്ല ബോൾഡായിട്ട് പറയുന്നു, രേണു അത് പറയുന്നു, രേണു ഇത് പറയുന്നു. ഏതായാലും ആർട്ടിസ്റ്റ് രേണുവിനോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ദയവ് ചെയ്തിട്ട് ആർട്ടിൽ ഡേർട്ട് വാരി ഇടരുത്. ആർട്ടിൽ ഡേർട്ട് വാരി ഇടുന്ന പരിപാടിയാണ് രേണു ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കലയിൽ ചെളി വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ പിന്നെ ഇതിനെ എന്താണ് പറയേണ്ടത്? ഇതിനെ കല എന്ന് വിളിക്കാൻ പറ്റത്തില്ല, ചെളിയെന്നേ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഒരു കലാകാരിയാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. രേണുവിന്റെ ചുറ്റും ഒരുപാട് ആൾക്കാരാണ്. രേണുവിന്റെ അഭിനയം കണ്ടിട്ടൊന്നും അല്ല ആ ആൾക്കാർ രേണുവിന്റെ അടുത്തേക്ക് വരുന്നത്, രേണുവിന്റെ നെഗറ്റീവ് പബ്ലിസിറ്റി കണ്ടിട്ടാണ്. കാരണം രേണുവിന് ഇപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവർ ചെയ്യുന്ന വർക്ക് ശ്രദ്ധിക്കപ്പെടും. അപ്പം അവർ ചെയ്യുന്ന വർക്ക് ആദ്യം ഒന്ന് ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വേറെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വ്യൂസ് കിട്ടും. അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അത് രേണു മനസ്സിലാക്കുന്നില്ല. ആൽബം, ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിലീസ് ആവുന്നതൊന്നും തന്നെ ആൽബത്തിന്റെ കാറ്റഗറിയിൽ പെടുത്താനോ ഷോർട്ട് ഫിലിമിന്റെ കാറ്റഗറിയിൽ പെടുത്താനോ പറ്റത്തില്ല. ഒരു ഷോർട്ട് ഫിലിം എപ്പോഴാണ് നല്ലതാവുന്നത്? അതിന് നല്ല കഥ വേണം. ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, കഥ വേണം, തിരക്കഥ വേണം, അതിനകത്ത് നന്നായിട്ട് അഭിനയിക്കണം. ആ കഥയും തിരക്കഥയും ഒക്കെ നന്നായിട്ട് പ്രതിഫലിക്കാൻ പറ്റുന്ന രീതിയിൽ അഭിനയിക്കുന്ന ഒരാൾ മാത്രമേ ആ ഷോർട്ട് ഫിലിമിനെ വിജയത്തിലേക്ക് എത്തിക്കത്തുള്ളൂ. അല്ലാതെ അഭിനയിക്കാൻ അറിയാത്ത ആൾ വന്ന് അതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാട്ടിക്കൂട്ടലുകൾ കാണിച്ച് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു വീഡിയോ കാണിച്ചല്ലോ, ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് ഇവർ പ്രേക്ഷകരെ കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അലിൻ ജോസ് പെരേരയെ പോലെയുള്ളവരും ഈ രേണു സുധിയെ പോലെയുള്ളവരും പ്രേക്ഷകരെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം അങ്ങ് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് കറങ്ങാൻ കുറെ പൊട്ടന്മാരും ഇരിപ്പുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഇത്. അപ്പോൾ ദയവ് ഇത് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇവരുടെയൊക്കെ ഈ പൊട്ടത്തരത്തിൽ പോയി വീഴാതിരിക്കുക. ഇവർ മനഃപൂർവ്വം നമ്മളെ ട്രാപ്പിലാക്കാണ്. നമ്മളെ ട്രാപ്പിലാക്കി നമ്മളെ ഇതിന്റെ വ്യൂവേഴ്സ് ആക്കി മാറ്റും. എന്നിട്ട് അവർക്ക് പബ്ലിസിറ്റി കിട്ടും, അവർക്ക് വ്യൂസ് കൂടും. വ്യൂസ് കൂടുന്നതിനനുസരിച്ച് അവർക്ക് പൈസ കിട്ടും, അവർ ഫേമസ് ആകും. അപ്പൊ ഈ ലക്ഷ്യത്തോട് കൂടിയിട്ട് കലയെ ഇല്ലാതാക്കാൻ ഇറങ്ങി തിരിച്ചേക്കുന്ന ഇവരെ ഒന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഈ അലിൻ ജോസ് പെരേരയെ പോലുള്ളവരെ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്കിത് ഇതുവരെ മനസ്സിലായിട്ടില്ല. അയാൾക്ക് എന്തെങ്കിലും ഒരു കഴിവുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. പാട്ട് പാടാൻ കഴിവില്ല, ഡാൻസ് കളിക്കാൻ കഴിവില്ല, ഒരു കാര്യവും ചെയ്യാനില്ല, വെറുതെ പൊട്ടത്തരം കാണിക്കുകയാണ്. ഓക്കെ, ഒരു നോർമൽ ആയിട്ടുള്ള മനുഷ്യനെ പോലെയാണ് അയാൾ ബിഹേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാം. ഇത് അങ്ങനെയുമല്ല. വളരെ അബ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ, അയാളുടെ പേക്കൂത്തുകളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു, എടുത്ത് തലയെ വെച്ചുകൊണ്ട് നടക്കുന്നു. അപ്പൊ ഇതൊക്കെ കാണാൻ വിധിക്കപ്പെട്ട പ്രേക്ഷകരുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. അവരെ ഞാൻ സ്മരിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് തൽക്കാലം. നന്ദി, നമസ്കാരം.